Welcome to the new video of Engineering Geology. അപ്പോൾ നമ്മൾ ഇഗ്നിയസ് റോക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ് റോക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇഗ്നിയസ് റോക്സിനെ നാലായിട്ട് ഇപ്പോൾ ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, then mineralogical classification, then textural classification, then based on mode of occurrence. ഓക്കെ, അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്കർ ചെയ്യുന്ന അതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. സോ അപ്പോൾ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 4 പെഡോളജിസ്റ്റാണ് ആദ്യം ഇത് ക്ലാസിഫൈ ചെയ്തത്. ക്രോസ്, ഇഡിങ്ടൺ, പ്രിസൺ ആൻഡ് വാഷിങ്ടൺ, ഇവർ 4 പേരും ചേർന്നാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ CIPW ക്ലാസിഫിക്കേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് നോമേറ്റീവ് മിനറൽസ് ആണ്. ഓക്കെ, നോമേറ്റീവ് മിനറൽസിൻ്റെ ബേസിസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അബണ്ടൻസ് ഓഫ് നോമേറ്റീവ് മിനറൽസ്. സോ നോമേറ്റീവ് മിനറൽസ് എന്ന് വെച്ചാൽ സം സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് മിനറൽസ് ഹൂസ് കെമിക്കൽ കോമ്പോസിഷൻ ഈസ് കാൽക്കുലേറ്റഡ്. അതാണ് നോമേറ്റീവ് മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ മിനറൽസിനെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാലിക് മിനറൽസും സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫെമിക് മിനറൽസും. സാലിക് മിനറൽസിൻ്റെ അകത്ത് ക്വാർട്സ്, ഫെൽസ്പാർ, ഓർത്തോക്ലേസ്, ആൽബൈറ്റ്, അനോർത്തൈറ്റ്, അങ്ങനെയൊക്കെ എക്സെട്ര, അതൊക്കെയാണ് സാലിക് മിനറൽസിൻ്റെ അകത്ത് വരുന്നത്. അതുമല്ലാതെ ലൈറ്റ് കളേർഡ് മിനറൽസ് ആയിരിക്കും സാലിക് മിനറൽസ് എന്ന് പറയുന്നത്. ഫെമിക് ആണെങ്കിൽ ഡാർക്ക് കളേർഡിനെയാണ് നമ്മൾ ഫെമിക് മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പൈറോക്സീൻ, ഡാർക്ക് മൈക്ക, അങ്ങനെ അതുപോലുള്ളതൊക്കെയാണ് ഫെമിക് മിനറൽസിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. നോമെൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സാലിക് ഫെമിക് റേഷ്യോ. ഓക്കെ, സാലിക് ഫെമിക് റേഷ്യോയുടെ ബേസിസിലായിരിക്കും ഇതിൻ്റെ നോമെൻക്ലേച്ചർ ചെയ്യുന്നത്. അതായത് ദി കൺവെൻഷൻ ഈസ് ടു യൂസ് പ്രിഫിക്സ് പെർ ആൻഡ് ഡു to the group dominating in the rock signifying high or moderate dominance. ഓക്കെ, എന്ന് വെച്ചാൽ പെർ എന്നോ അല്ലെങ്കിൽ ഡു എന്നോ ആയിരിക്കും നമ്മൾ പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുന്നത്. ഏത് ഗ്രൂപ്പാണോ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗ്രൂപ്പിനെ നമ്മൾ പെർ എന്നോ ഡു എന്നോ പ്രിഫിക്സ് കൊടുത്തിട്ടായിരിക്കും നമ്മളതിന് പേര് നെയിമിങ് ചെയ്യുന്നത്. ഓക്കെ, നോ പ്രിഫിക്സ് യൂസ് വെൻ ബോത്ത് ഗ്രൂപ്പ്സ് ആർ ഈക്വലി റെപ്രസെൻറ്റഡ്. രണ്ട് ഗ്രൂപ്പിൻ്റെയും ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ പ്രിഫിക്സ് ഒന്നും കൊടുക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ പെർ അല്ലെങ്കിൽ ഡോ എന്ന് നമ്മൾ പ്രിഫിക്സ് കൊടുക്കും. ഓക്കെ, സോ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ ദിസ് ക്ലാസിഫിക്കേഷൻ ഡസ് നോട്ട് റിഫ്ലക്ട് ദി കൂളിംഗ് ഹിസ്റ്ററി ഓഫ് റോക്കിൻ്റെ കൂളിംഗ് ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകില്ല. അതായത് കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് കാണില്ല. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി നോമേറ്റീവ് മിനറൽസ് ആർ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോമേറ്റീവ് മിനറൽസ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിനറൽസും ആണ്. ഓക്കെ, ഇതാണ് സാലിക് ഫെമിക് റേഷ്യോയും അതുപോലെ ക്ലാസിൻ്റെ നെയിമും. ഇപ്പം പറഞ്ഞത് മനസ്സിലായിക്കാണ് പ്രിഫിക്സ് കൊടുക്കാൻ. ഓക്കെ, പെർ അല്ലെങ്കിൽ ഡോ എന്ന് നമ്മൾ പ്രിഫിക്സ് കൊടുത്തിട്ടായിരിക്കും ഏത് മിനറൽസ് ആണെന്ന് വെച്ചാൽ അതിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ നമ്മൾ പെർസാലിക് എന്ന് പറയും. 7 to 1.66 ആണെങ്കിൽ ഡോസാലിക് എന്ന് പറയും. 1.66 to 0.6 ആണെങ്കിൽ സാൽഫെമിക് എന്ന് പറയും. അതുപോലെ 0.6 to 0.14 ആണെങ്കിൽ അതിനെ ഡോഫെമിക് എന്ന് പറയും. ലെസ് ദാൻ 0.14 ആണെങ്കിൽ അതിനെ പെർഫെമിക് എന്നും പറയും. ഓക്കെ, ദെൻ മിനറലോജിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ഇതെന്ന് പറയുന്നത് ഈസി ആൻഡ് മോർ ആക്യുറേറ്റ് മെത്തേഡാണ് മിനറലോജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഫെൽസിക് ആൻഡ് മാഫിക് മിനറൽസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഫെൽസിക് മിനറൽസ് എന്ന് വെച്ചാൽ ജനറലി ലൈറ്റ് ഇൻ കളർ ആൻഡ് ലോവർ ഇൻ ഡെൻസിറ്റി ഇൻക്ലൂഡിങ് ക്വാർട്സ്, ഫെൽസ്പാർ ഗ്രൂപ്പ് ആൻഡ് feldspathodite ഗ്രൂപ്പ്. ഓക്കെ, സെൽഫാത്തോയിഡ് ഗ്രൂപ്പ്സ്.
ഓഫ് മിനറൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏത് ഗ്രൂപ്പിൽ വരുന്നത്? ഫെൽസിക് മിനറൽസിൻ്റെ അകത്ത് വരുന്നത്. ലൈറ്റ് കളേർഡും ആയിരിക്കും, അതുപോലെ ഡെൻസിറ്റിയും ലോ ആയിരിക്കും. ഓക്കെ, ദെൻ മാഫിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളേർഡ് ആയിരിക്കും, കമ്പാരിറ്റീവ്ലി ഹെവിയർ ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? കണ്ടെയ്ൻ ഫെറോ മെഗ്നീഷ്യൻ മിനറൽസ് ലൈക്ക് ആംഫിബോൾസ്, പൈറോക്സീൻസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഫെറോ മെഗ്നീഷ്യൻ മിനറൽസ് ആണ് മാഫിക് ഗ്രൂപ്പിൻ്റെ അകത്ത് വരുന്നത്. ദെൻ ബേസ്ഡ് ഓൺ കളർ ഇൻഡെക്സ് സം ഓഫ് കളേർഡ് മിനറൽസ് in a rock and express it in percentage terms of total mineralogical composition. Okay, sum of colored minerals in a rock, അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റോക്ക് ഡിവിഷൻ ആൻഡ് കളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കളർ ഇൻഡെക്സ് 1 to 30 ആണെങ്കിൽ നമ്മൾ അതിനെ ല്യൂക്കോക്രാസ്റ്റിക് എന്ന് പറയും. ഗ്രാനൈറ്റ് ആണ് അതിന് എക്സാമ്പിൾ. 31 to 60 ആണെങ്കിൽ മീസോക്രാസ്റ്റിക് എന്ന് പറയും. ഗാബ്രോ ആണ് നമുക്കതിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ദെൻ 61 to 100 ആണെങ്കിൽ മെലാനോക്രാസ്റ്റിക് എന്ന് പറയും. പെരിഡോട്ടൈറ്റ് ആണ് അതിന് എക്സാമ്പിൾ. ഓക്കെ, so Shand and others developed methods of classifying igneous rocks on the basis of predominant chemical composition as expressed by the relative abundance of rock forming മിനറൽസ്. ഓക്കെ, ഷാൻഡും അതുപോലുള്ള എന്താണ് സയൻറ്റിസ്റ്റുകളും അവർ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡ്, അതായത് മെത്തേഡ് ഓഫ് ക്ലാസിഫൈയിങ് ഇഗ്നിയസ് റോക്ക്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ പ്രിഡോമിനൻറ്റ് കെമിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, അതിനെ ബേസ് ചെയ്താണ് അവർ ക്ലാസിഫൈ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് റോക്ക് ഫോമിങ് മിനറൽസ്. ഓക്കെ, സോ ദ റിസൾട്ട്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേം ഓഫ് സാച്ചുറേഷൻ വിത്ത് സിലിക്ക. സിലിക്കയായിട്ടുള്ള സാച്ചുറേഷൻ്റെ ബേസിസിലാണ് ഈ റിസൾട്ടിന്, അതായത് ഇവർ ക്ലാസിഫൈ ചെയ്ത് റിസൾട്ട് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർ സാച്ചുറേറ്റഡ് ആണെങ്കിൽ അത് അസിഡിക് ആയിരിക്കും. ഓവർ സാച്ചുറേറ്റഡ് റോക്സ് എന്ന് വെച്ചാൽ എന്താണ്? അസിഡിക് ആയിരിക്കും. സോ സിലിക്ക കണ്ടൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 66% ആൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അബണ്ടൻസ് ഓഫ് മിനറൽസ് ഓഫ് സിലിക്ക കോമ്പോസിഷൻ ആസ് ക്വാർട്സ്, SiO2 എക്സെട്ര. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? സാച്ചുറേറ്റഡ് റോക്സ്. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സിലിക്കയുടെ പെർസെൻറ്റേജ് ഇവിടെ 45 to 66% ആണ്. ഓക്കെ, അണ്ടർ സാച്ചുറേറ്റഡ് റോക്സ് എന്ന് വെച്ചാൽ അൾട്രാ ബേസിക് ആയിരിക്കും. ഇവിടെ സിലിക്ക പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ലെസ് ദാൻ 45 ആയിരിക്കും. ഓക്കെ, സോ എന്താണ്? സിലിക്ക ഡെഫിഷ്യൻ ഇഗ്നിയസ് റോക്സ് ആയിരിക്കും അത്. സോ ഇമ്പോർട്ടൻറ്റ് ഇഗ്നിയസ് റോക്സ്. ഇമ്പോർട്ടൻറ്റ് ഇഗ്നിയസ് റോക്സിൽ നമുക്ക് ഇഗ്നിയസ് റോക്സിൻ്റെ മെയിൻ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ഇഗ്നിയസ് റോക്കാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഇസ് ഓൾസോ ലൈറ്റ് കളേർഡ് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, കോമ്പോസിഷൻ എന്ന് പറയുന്നത് ക്വാർട്സ് ആൻഡ് ഫെൽസ്പാർ ആർ മോസ്റ്റ് എസെൻഷ്യൽ മിനറൽ കോൺസ്റ്റിറ്റ്യൂൻസ്. ഈ ഗ്രാനൈറ്റിൽ കാണുന്നത് എന്താണ്? ക്വാർട്സും അതുപോലെ ഫെൽസ്പാറുമാണ് കാണുന്നത്. ദെൻ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ജനറലി കോസ് ടു മീഡിയം ഗ്രെയിൻഡ് ഹോളോ ക്രിസ്റ്റലൈൻ ആൻഡ് ഇക്വിഗ്രാനുലർ ആയിരിക്കും. അതായത് കോസ് ടു മീഡിയം ആണ്. കോസ് ഗ്രെയിൻ ടു മീഡിയം ഗ്രെയിൻഡ് ആയിരിക്കും ടെക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഗ്രാനൈറ്റ് ഷോ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ലൈക്ക് ഗ്രാനൈറ്റിക്, ഗ്രാഫിക്, പോർഫിറൈറ്റിക് ആൻഡ് ഇൻ്റർഗ്രോത്ത് ടെക്സ്ചേഴ്സ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ടെക്സ്ചറിൻ്റെ വെറൈറ്റി ഓഫ് ടെക്സ്ചേഴ്സ് ഈ പറയുന്നതൊക്കെയാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കെ ആസ് ലാർജ് മാസീവ് ബോഡി ഓഫൺ ആസ് ബാത്തോലിറ്റ്സ്, സ്റ്റോക്സ്, ബോസസ്, സിൽസ്, ഡൈക്സ് എക്സെട്ര. ഓക്കെ, സ്ട്രക്ചർ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആയിട്ടായിരിക്കും അത് ഒക്കർ ചെയ്യുന്നത്. ഇതാണ് ബാത്തോലിറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. സെക്കൻഡ് സ്റ്റോക്സ്, ദെൻ ഡൈക്സ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഗ്രാനൈറ്റ്. ഓൺ ദ ബേസിസ് ഓഫ് അബൻഡൻസ് ഓഫ് അക്സസറി മിനറൽസ് നമുക്കതിനെ മസ്കോവൈറ്റ് ഗ്രാനൈറ്റ് എന്ന് പറയാം. അത് വൈറ്റ് മൈക്കയാണ്. മസ്കോവൈറ്റ് പ്രസൻറ്റ് ഇൻ അബൻഡൻറ്റ്. കൂടുതൽ മസ്കോവൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളതിനെ മസ്കോവൈറ്റ് ഗ്രാനൈറ്റ് എന്ന് പറയും.
ദെൻ ബയോടൈറ്റ് ഗ്രാനൈറ്റ്, അവിടെ ബ്ലാക്ക് മൈക്കയാണ് ഉള്ളത്. സോ അവിടെ എന്താണ്, ബയോടൈറ്റ് ആയിരിക്കും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ. ദെൻ മസ്കോവൈറ്റ് ബയോടൈറ്റ് ഗ്രാനൈറ്റ്, അവിടെ ബോത്ത് മൈക്ക, അതായത് വൈറ്റ് മൈക്കയും അതുപോലെ ബ്ലാക്ക് മൈക്കയും ഈക്വൽ എമൗണ്ടിൽ അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അത് സിമിലർ ടൈപ്പ് എന്ന് പറയുന്നത്, അത് സിമിലർ ടൈപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹോൺബ്ലൺ ഗ്രാനൈറ്റ്, അതുപോലെ ഓഗൈറ്റ് ഗ്രാനൈറ്റ്, അതുപോലെ ടോർമാലിൻ ഗ്രാനൈറ്റ്സ്. ഓക്കെ. ഇതിൻ്റെ ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദി എർത്ത്. ദേ ഒക്കേഴ്സ് ആസ് ഡീപ്പ് സീറ്റഡ് ഇൻട്രൂസീവ് ബോഡീസ് ലൈക്ക് സിൽസ്, ബോസ്, സ്റ്റോക്സ് ആൻഡ് ബാത്ത്ലിറ്റ്സ്. ഓക്കെ. ഡീപ്പ് സീറ്റഡ് അതായത് ഇൻ ഡെപ്ത്, അതായത് അകത്ത് സർഫസിൽ ഡെപ്തിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് ഒക്കറൻസ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വെതറിങ് ആൻഡ് ഇറോഷൻ ഓഫ് ദി ഓവർലൈങ് സ്ട്രാറ്റ. ഓവർലൈങ് സ്ട്രാറ്റയുടെ വെതറിങ് ഇറോഷനും സംഭവിക്കുന്നതിൻ്റെ ബേസിസിലായിരിക്കും സർഫസിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് കളർഡ് അപ്പിയറൻസ് ആയിരിക്കും, ഗ്രേ, പിങ്ക്, ബ്രൗണിഷ് യെല്ലോ ആയിരിക്കും കളർ. അതുപോലെ കോസ് ഗ്രീൻ ടു മീഡിയം ഗ്രീൻ ടെക്സ്ചർ ആയിരിക്കും. അബണ്ടൻസ് ഓഫ് ക്വാർട്സ് ആൻഡ് ഫെൽസ്പാർ. ഓക്കെ. സോ ഇതതിൻ്റെ എന്താണ് എക്സാമ്പിൾസ് ആണ്. ഗ്രേ ഗ്രാനൈറ്റ്, പിങ്ക് ഗ്രാനൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ ഗ്രാനൈറ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ എന്താണ് മാസീവ് കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യും. മോണുമെൻറ്റ്സും മെമ്മോറിയൽസും ഉണ്ടാക്കാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ കോളംസിലും സ്റ്റെപ്പിലും ഫ്ലോറിങ്ങിന് വേണ്ടി ബിൽഡിങ്സിൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റ്സ് ഒക്കർ ആസ് സിൽസ് ആർ ഓഫ് പ്ലൂട്ടോണിക് ഒറിജിൻ. ഓക്കെ. സിൽസ് ഒക്കറിങ് ആസ് സിൽസ് പോലെ ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. പ്ലൂട്ടോണിക് ഒറിജിനും ആയിരിക്കും. ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് റോക്ക് ബൈ ഗ്രാനൈറ്റൈസേഷൻ. ഓക്കെ. പ്രീ എക്സിസ്റ്റിംഗ് റോക്കിൽ നിന്ന് ഗ്രാനൈറ്റൈസേഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇൻസിറ്റു കൺവേർഷൻ ഓഫ് റോക്ക് ഇൻറ്റു മാസസ് ഓഫ് ഗ്രാനൈറ്റ്. ഓക്കെ. റോക്ക് ഗ്രാനൈറ്റ് മാസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് ബസാൾട്ടാണ് സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഇഗ്നിയസ് വോൾക്കാനിക് റോക്സ് ഫോംഡ് ബൈ റാപ്പിഡ് കൂളിംഗ് ഫ്രം ലാവ ഫ്ലോസ് ഫ്രം വോൾക്കാനോസ് എയ്തർ ഓവർ ദി സർഫസ് ഓർ അണ്ടർ വാട്ടർ ഓൺ ഓഷ്യാനിക് ഫ്ലോർസ്. ഓക്കെ. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ വരുമ്പോൾ നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന റോക്കാണ്, അതായത് ഇഗ്നിയസ് വോൾക്കാനിക് റോക്കാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ബേസിക് നേച്ചറിലായിരിക്കും ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. കോമ്പോസിഷൻ എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് കാൽസിക്, പ്ലാജിയോക്ലേസ്, ഫെൽസ്പാർ ആൻഡ് ഫെറോ മാഗ്നീഷ്യൻ മിനറൽസ്. ഓക്കെ. സോ ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ഫെറോ മെഗ്നീഷ്യൻ മിനറൽസ് ഇൻ ദ. ഓക്കെ. അതിലുള്ള ഫെറോ മെഗ്നീഷ്യൻ മിനറൽസിൻ്റെ ടൈപ്പും പ്രോപ്പർട്ടി അനുസരിച്ച്, അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ബേസിക് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ബെസാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒലിവൈൻ റിച്ച് എന്താണ് ബെസാൾട്ട് ആയിരിക്കും നമ്മൾ ബെസാനൈറ്റ് എന്ന് പറയുന്നത്. ടെഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒലിവിൻ ഫ്രീ ബെസാൾട്ട് ആയിരിക്കും നമ്മൾ ടെഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ട് ഓൺ ദി കോണ്ടിനെൻറ്റ് ആൻഡ് ഓൺ ദി ഓഷ്യൻ ഫ്ലോസ് ഇൻ ഓൾമോസ്റ്റ് ഓൾ റീജിയൻ ഓഫ് ദി വേൾഡ്. വേൾഡിലെ എല്ലാ റീജിയനിലും, അതായത് എല്ലാ കോണ്ടിനെൻറ്റിലും തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ദ ബസാൾട്ട് എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ്. ഓക്കെ. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലുമാണ് ബസാൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.